ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24-ന് ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്. മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനോ ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 എണ്ണം കുനോ ദേശീയോദ്യാനത്തിലും 3 എണ്ണം ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022-ലാണ് പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല, നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. UGC നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർമൂല്യനിർണ്ണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77,164-ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24,118-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30-നാണ് മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ 1-3 ഗോളിന് ഈജിപ്ത് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGov, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലങ്ങൾ ഘട്ടം ഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%-ലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.